മാങ്ങക്കാലമാണ്, വെക്കേഷനാണ്. അപ്പോൾ നിറയെ മാങ്ങ വീഴുന്നുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ കേടുവരുത്താതെ ഇതേപോലെ വെറും 5 മിനിറ്റ് മതി കിടിലൻ അച്ചാറുണ്ടാക്കാൻ. ഈ ഒരു അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റ് അതുപോലെ തന്നെ ചെയ്യണേ, അപ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. സ്കൂളിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ മാറി മാറി കൊണ്ടുപോകാം. അപ്പോൾ ഈ കിടിലൻ അച്ചാറിൻ്റെ വീഡിയോ കണ്ടല്ലോ, സമയങ്ങളുണ്ട. ഹായ് ഹലോ, അമൃതസ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ. മാങ്ങക്കാലം അല്ലേ. ഞാൻ 2 മൂവാണ്ട മാങ്ങ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇളക്കണ്ട, സ്പൂൺ എടുത്തിട്ട് ഇളക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കണേ ഏറ്റവും ബെസ്റ്റ് മാങ്ങ മൂവാണ്ട മാങ്ങ കേട്ടോ. നിങ്ങളവിടെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഏകദേശം എല്ലാവരുടെയും മൂവാണ്ടൻ എന്നാണ് പറയാറ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അത് കഴുകി ഉണക്കിയത് തന്നെ വേണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് വെച്ചാൽ അച്ചാർ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉണക്കിയെടുത്ത് തന്നെ വേണം. അതിന് ശേഷം നമ്മൾ ചീനട്ടി വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ഉലുവ വേണം. അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കടുക്. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായി മൂപ്പിച്ച് വറുത്തെടുക്കുക കേട്ടോ. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്, കരിയണ്ട. അപ്പോൾ തീ നോക്കിയിട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടും കടുകും ഉലുവയൊക്കെ പൊട്ടണ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റി ചൂടാറാനായിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ ചീനച്ചട്ടിക്ക് തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പവിത്ര നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. അതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്കിനി വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ 2 മാങ്ങയ്ക്ക് ആവശ്യമായ ഒരു തുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു തൊടാണ് എടുത്തിട്ടുള്ളത്, അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല. വെളുത്തുള്ളി എടുക്കുമ്പോൾ കഴുകി തുടച്ചിട്ട് ചീനച്ചട്ടിയിൽ ഇടുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കരിയാതെ നോക്കണം. പിന്നെ അധികം മൂക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അലിയാത്തിരി താമസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കടുകും ഉലുവയും ചൂടാറിയിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കല്ലിലിട്ട് തിരകി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചെറുതായിട്ട് തരി ഉണ്ടാവും. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അച്ചാറിൽ കടുക് ഉലുവയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഉലുവ എല്ലാവരും ഇടും, കടുക് കടുമാങ്ങ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് മിക്കവരും ഇടുക. കടുകും കൂടെ ഇട്ട് നോക്ക്. ഇതുപോലെ വറുത്ത് പൊടിച്ചിട്ട് കേട്ടോ, പച്ചയ്ക്കല്ല, വറുത്ത് പൊടിച്ചിട്ട് നോക്ക്, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂണും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എരിവ് കുറഞ്ഞു പോയാലോ എന്നൊരു ഡൗട്ട്, വെളുത്തുള്ളിയും കൂടെ ഇടണതല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇച്ചിരിക്കോളം കായ ഇട്ടിട്ടുണ്ട്. ഞാൻ 2 മാങ്ങയ്ക്ക് ആവശ്യമായ കായം നമ്മുടെ നല്ല LG കായാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചിട്ടാൽ മതി, നല്ല മണമായിരിക്കും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുളക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിരിക്കുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചീനച്ചട്ടി ചൂടുള്ളത് കൊണ്ട് തന്നെ മുളക് നന്നായി മൂത്തിട്ടുണ്ട്. കരിയാതിരിക്കാനാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ചൂടുള്ള പാത്രത്തിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാതിരിക്കുക, കാരണം മാങ്ങ വെന്ത് പോയി കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മളുടെ ആ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ ടേസ്റ്റ് കുറയും. അപ്പോൾ നമുക്ക് അച്ചാർ തനിയെ പാകം വരണം, അല്ലാണ്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് പോകും. തനിയെ അലിഞ്ഞ് പാകം വന്ന് റെഡി ആകുമ്പോഴാണ് ആ ടേസ്റ്റ്. അപ്പോൾ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചീനച്ചട്ടിയിലുള്ള മുളകും കൂടെ ഒന്നും കൂടെ പോരാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണും കൂടെ ഞാനിത് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചുറ്റിച്ചിട്ട് നമുക്കതിലുള്ള മുളകും എണ്ണയും ഒക്കെ കൂടെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലേക്ക്, ഞാനിപ്പോൾ ചൂടുവെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് ആറാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആറിയ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ മുളകും ആ വെളുത്തുള്ളിയും കൂടെ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ഇളക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം, ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട്
കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാങ്ങയും വെളുത്തുള്ളിയും നല്ലൊരു കോമ്പിനേഷനല്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ വെക്കേഷനെ മാങ്ങ കൊണ്ട് പലതരത്തിൽ അച്ചാർ ഉണ്ടാക്കി വെക്കാം. സ്കൂളിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ മാറി മാറി കൊണ്ടുപോകാമല്ലോ. വെറും 5 മിനിറ്റ് മതി, അടിപൊളി അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അച്ചാറിന് ചാറ് വേണ്ടവർ പല വിധമാണ്. ചിലവർക്ക് അച്ചാറിന് ചാറ് വേണം, ചിലവർക്ക് കട്ടയായിട്ടിരിക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചാറ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടാറാൻ വെച്ചതിന് ശേഷം തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ദേ കുപ്പി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ഇടാതിരിക്കുക. പച്ചമുളക് ഇടുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കുരും അതിൻ്റെ തോലൊക്കെ കിടന്നിട്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. അത് പെട്ടെന്ന് ഫ്രഷായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചമുളകും കൂടി ഇടുമ്പോൾ. പക്ഷെ നമ്മളിത് എടുത്ത് വയ്ക്കാനാണ്, അതുകൊണ്ടാണ് ഈ കടുകും ഉലുവയും ഇങ്ങനെ വറുത്ത് പൊടിച്ചിടുന്നത്. മാത്രമല്ല കറിവേപ്പില ഡ്രൈ ആക്കിയിട്ടതും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും എടുത്തു വയ്ക്കാം. ഈ കടുക് ഇടുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ അച്ചാർ സെറ്റായിട്ടുണ്ട്. നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി അത്ര ഇട്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അളവ് ഞാൻ കാര്യമായിട്ട് പറയാതിരുന്നത്. അപ്പോൾ ഇതേ നമ്മളുടെ അച്ചാർ ഇഷ്ടപ്പെട്ടോ? ഈ ഒരു ടേസ്റ്റിൽ അച്ചാറുണ്ടോയെന്ന് നോക്കിയാൽ അടിപൊളിയാണ്. ഇപ്പോൾ മൂവാണ്ട മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഈ കാറ്റിനൊക്കെ നിറയെ വീഴാൻ തുടങ്ങി. നിറയെ മാങ്ങയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ടാക്കി വയ്ക്കാം. വാട്ടിയ മാങ്ങയാണെങ്കിലും ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്